ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ഇത്ര ഇടിച്ച് പൊളിച്ച് കിട്ടിയിരുന്നത് കണ്ടില്ലേ? ഇതിപ്പോ ഒരു ആനയ്ക്ക് പൊളിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നാട്ടിൽ ഇടിച്ച് പൊളിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ അപ്പൊ തന്നെ പറയും പൊക്കോ, നിന്റെ സേവനത്തിന് പെരുത്ത് നിന്നുള്ള ഡാഷ് മോനെ ഇറങ്ങി പൊക്കോളാൻ പറയും. കാരണം ഇമാതിരിയൊന്നും ഇടിച്ച് പൊളിച്ചിടാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ കല്ലിന്റെ പ്രത്യേകത തന്നെ മനസ്സിലാവും. കല്ല് ഫുള്ള് ഹോളുള്ള കല്ലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കല്ലിന് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഇമാതിരി പരിപാടി കാണിച്ചു വെക്കാനായിട്ട് പറ്റുള്ളൂ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർന്നു. ആ ഒരു ഒറ്റ സൈറ്റ് മാത്രമേ ആ ഒരു കോൺട്രാക്ടറിന് ആ ഒരു ഒറ്റ സൈറ്റ് എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞാലും പൊളിക്കുമ്പോ എന്തായാലും നമ്മൾ ഹിൽറ്റിറ്റൊക്കെ അടിച്ച് പൊളിക്കുന്ന സമയത്ത് മുഴുവൻ പൊളിഞ്ഞു പോകും. പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നാട്ടിൽ ചെയ്തിട്ടുള്ള ആളുകൾ ഇത് വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, നമ്മളുടെ ഒരു ദേഷ്യമൊക്കെ തോന്നും, അല്ലെങ്കിൽ ചീത്ത വിളിക്കാനൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെ ആണടാ ഇത്രയും പൊട്ടിക്കേണ്ട ആവശ്യമുള്ളതെന്നൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളിത് വൃത്തിയായിട്ട് നീറ്റായിട്ട് നമുക്ക് തന്നെ മേശന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവർ ബാക്കി പ്ലാസ്റ്റിക് എല്ലാം അവർ നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്തോളും കേട്ടോ. അങ്ങനെയുണ്ട് സംഭവം. കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ തുടക്കത്തിൽ വേറൊരു കാര്യം കൂടി പറയാം. ഓരോരുത്തരും ഓരോരോ ടെക്നോളജി ആണല്ലോ. ഇപ്പൊ ഇവിടെ ഇത് നമ്മൾ തടിയൊക്കെ വെച്ചിരിക്കുന്നത് പോലെയൊന്നും നാട്ടിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിന് ഒരു പൈപ്പ് കടന്നുണ്ടെങ്കിൽ പൈപ്പിന്റെ അളവിൽ മാത്രമേ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇപ്പം ഗർത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഫില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബൈ.